ഇപ്പൊ നമ്മള് തേർഡ് ശ്ലോകയായി അല്ലെ? ഒന്നാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ ശ്ലോകം. ഒരു തവണ ഞാൻ പറയാം, എന്നിട്ട് 2-3 പേർക്ക് പറയാമേ. പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ച മൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം. പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ച മൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം. ആർക്ക് വായിക്കാൻ പറ്റും? സഞ്ജന വായിക്കാമോ? കേൾക്കുന്നില്ലേ? ആ, ബുക്കില്ലേ കയ്യില്? അതായത് ഇത് എടുക്കുമോ? ആ, അതായത് 3-ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം മാത്രമല്ലേ? അർത്ഥമല്ല, ആ ശ്ലോകം ചൊല്ലുമോ? 3-ാമത്തെ ശ്ലോകം. അതായത് എനിക്ക് സാൻസ്ക്രിറ്റ് വലുതായിട്ട് അറിയില്ല. അത് അറിയില്ല. ഓക്കെ. ദേവ് ദർശനം പാടാൻ പറ്റുമോ? ദേവ് കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. ആശ മത ദേവ് അറിയാമോ? അറിയില്ല. ബുക്കില്ലേ? ആ, ആശയ്ക്ക് പറയാൻ പറ്റുമോ? ഹരേ കൃഷ്ണ മാതാജി. ആ, ലീന മാതാജി ഒന്ന് നോക്കൂ. പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ച മൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം. താങ്ക് യു. ആ വേർഡ് ടു വേർഡ് മീനിങ് പറയാമോ? ആചാര്യ ഗുരു തവ അങ്ങയുടെ ശിഷ്യേണ ശിഷ്യനായും ധീമത ബുദ്ധിമാനായും ഇരിക്കുന്ന ദ്രുപദപുത്രേണ ദ്രുപദപുത്രനാൽ വ്യൂഢാം വ്യൂഹീകരിക്കപ്പെട്ട മഹതീം മഹത്തായ പാണ്ഡുപുത്രാണ പാണ്ഡുപുത്രരുടെ ഏതാം ചമും ഈ സേനയെ പശ്യ കാണുക. വിവർത്തനം വായിക്കണം ആജി. വായിക്കാം. വിവർത്തനം. അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദപുത്രൻ ഒരിക്കൽ നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ. ഭാവാർത്ഥം വായിച്ചു. നയതന്ത്രജ്ഞനായ ദുര്യോധനന് സർവ്വസൈന്യാധിപനും മഹാബ്രാഹ്മണനുമായ ദ്രോണാചാര്യന്റെ തെറ്റുകളെ കാട്ടേണ്ടിയിരിക്കുന്നു. ദ്രൗപദിയുടെ പിതാവായ ദ്രുപദ രാജാവുമായി ദ്രോണാചാര്യർക്ക് രാഷ്ട്രീയ വൈര്യം ഉണ്ടായിരുന്നു. തത്ഫലമായി ദ്രുപദ മഹാരാജാവ് ഒരു യാഗം ചെയ്യുകയും ദ്രോണാചാര്യരെ വധിക്കുവാൻ കഴിവുള്ള ഒരു പുത്രൻ ഉണ്ടാകാനുള്ള വരം നേടുകയും ചെയ്തു. ഇതെല്ലാം ആചാര്യന് നന്നായി അറിയാമെങ്കിലും ദ്രുപദപുത്രനായ ധൃതരാഷ്ട്രനെ അദ്ദേഹത്തിന്റെ കീഴിൽ സൈന്യ അഭ്യാസത്തിന് അയച്ചപ്പോൾ ഉദാരമതിയായ ബ്രാഹ്മണൻ എന്ന നിലയിൽ തനിക്ക് അറിയാവുന്ന ആയുധമുറകളെല്ലാം അദ്ദേഹം ധൃഷ്ടദ്യുമ്നന് പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിൽ ധൃഷ്ടദ്യുമ്നന് പാണ്ഡവരുടെ സഹായിയാണ്. ദ്രോണാചാര്യരിൽ നിന്ന് കിട്ടിയ അറിവിനെ മുൻനിർത്തി അയാൾ പാണ്ഡവ സൈന്യത്തിന്റെ സംവിധാനം നടത്തുന്നു. ദ്രോണാചാര്യർ ഈ യുദ്ധത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തുനിയാതെ ജാഗരൂകനായിരിക്കണമെന്ന് ഉദ്ദേശിച്ചാണ് ദുര്യോധനൻ ആചാര്യന്റെ ഈ തെറ്റ് ചൂണ്ടിക്കാട്ടിയത്. ദ്രോണാചാര്യരുടെ ശിഷ്യരായ പാണ്ഡവരുമായുള്ള യുദ്ധത്തിലും ഇതുപോലെയുള്ള ദാക്ഷിണ്യം കാണിക്കരുതെന്നാണ് ദുര്യോധനൻ ഇവിടെ വ്യക്തമാക്കുന്നത്.
വിശിഷ്യ അർജുനൻ അദ്ദേഹത്തിന്റെ പ്രിയങ്കരനും ബുദ്ധിശാലിയുമായ ശിഷ്യനാണല്ലോ. അത്തരം ഒരു ദയാദാക്ഷിണ്യം പരാജയത്തിലേക്ക് കലാശിക്കൂ എന്ന് ദുര്യോധനൻ മുന്നറിയിപ്പ് നൽകും. ഹരേ കൃഷ്ണ. താങ്ക് യു മദജി. സുധാ ബാലകൃഷ്ണ കുട്ടിയാണോ അതോ അമ്മയാണോ? ഹലോ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഇപ്പൊ ഞാൻ കയറിയതേ ഉള്ളു മാതാജി. കുട്ടിയല്ല, അമ്മയാണ്. അമ്മയാണ്. അമ്മൂമ്മയാണ്. കുട്ടിയുണ്ടോ കൂടെ? ഇല്ല ഇല്ല. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോഴ് നമ്മള് ഇന്നലെ ദുര്യോധനന്റെ ജനനത്തെ കുറിച്ച് പറയാനിരുന്നതാണ്. അത് പറയാൻ പറ്റിയില്ല, സമയമില്ലാത്തോണ്ട്. അപ്പൊ ഞാൻ വേഗം ദുര്യോധനന്റെ ജനനത്തിനെ കുറിച്ച് പറയാം. ദുര്യോധനന് ധൃതരാഷ്ട്രയുടെ മോനാണ്. അപ്പൊ ധൃതരാഷ്ട്ര കണ്ണ് കാണാൻ വയ്യാത്താണ് ധൃതരാഷ്ട്രര്. ധൃതരാഷ്ട്രൻ പാണ്ഡു 2 ബ്രദേഴ്സ്. അതിൽ മൂത്തത് ധൃതരാഷ്ട്രർ, പാണ്ഡു രണ്ടാമത്തെയാണ്. പക്ഷെ ധൃതരാഷ്ട്രർ കണ്ണ് കാണാൻ വയ്യാത്തോണ്ട് പാണ്ഡുവിനാണ് ഈ കുരു വംശത്തിലാണ് ഇവര്, കൗരവരെന്ന് പറയും. അവര് ഭരിച്ചിരുന്ന രാജ്യമാണ് ഹസ്തിനപുരം. അപ്പൊ ഹസ്തിനപുരം പാണ്ഡു ഭരിക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ പാണ്ഡുവിന് നല്ല രാജാവാണെങ്കിലും അതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഈ പ്രകൃതിയും സന്യാസിമാരുടെ കൂടെ കഴിയാനും അങ്ങനത്തെ ഒക്കെ ഇഷ്ടമായിരുന്നു. അങ്ങനെ പാണ്ഡു വനത്തിൽ പോകും ഭാര്യമാരുമായിട്ട്. 2 ഭാര്യമാരാണ് പാണ്ഡുവിനുള്ളത്, കുന്തിയും മാദ്രിയും. ധൃതരാഷ്ട്രന് കല്യാണം കഴിച്ചത് ഗാന്ധാരി. അപ്പൊ ഗാന്ധാരി കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താവിന് കണ്ണ് കാണാൻ വയ്യ എന്ന് കണ്ടപ്പോഴ് ഒരു തുണി വെച്ച് പുള്ളിക്കാരിയും കണ്ണ് പൊത്തി. അപ്പൊ എൻ്റെ ഹസ്ബൻഡിന് കാണാൻ വയ്യാത്തത് എനിക്കും കാണണ്ടെന്നും പറഞ്ഞ് കണ്ണ് പൊത്തി. അങ്ങനെ പാണ്ഡു ഭാര്യമാരുമായിട്ട് ഹിമാലയത്തിന്റെ ഒരു താഴ്വരയില് പോയി ജീവിക്കാൻ തുടങ്ങിയപ്പോഴ് ഈ രാജ്യഭരണം ധൃതരാഷ്ട്രരെ ഏൽപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴ് അവിടെ കുന്തിക്ക് ഒരു മകനുണ്ടായി എന്ന് അറിയുമ്പോഴ് ഗാന്ധാരി അപ്പൊ പ്രഗ്നന്റ് ആണ്. 2 കൊല്ലമായിട്ട് ഗാന്ധാരി വയറ്റില് ഈ എംബ്രിയോയിനെ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും പ്രസവിക്കുന്നില്ല. ഗാന്ധാരിക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ട് വ്യാസദേവനിൽ നിന്ന്, ഇങ്ങനെ 100 മക്കളുണ്ടാവും. എന്നിട്ട് 2 കൊല്ലമായിട്ടും ഈ പ്രസവിക്കുന്നില്ല. അപ്പൊ അവിടെയാണെങ്കിൽ കുന്തി ദേവിക്ക് ഒരു മകനുണ്ടായി എന്നും അറിഞ്ഞു. അപ്പോഴും ഇതിൻ്റെ ഒരു എന്താ എൻവിയൊക്കെ കൊണ്ട് വയറ്റിലിട്ടിടിക്കുമ്പം ഒരു മാംസ കഷ്ണം ആണ് പ്രസവിക്കുന്നത്. അപ്പൊ വ്യാസദേവനെ മനസ്സിലിങ്ങനെ ഓർക്കുമ്പോ വ്യാസദേവൻ അവിടെ എത്തും. എന്നിട്ട് വ്യാസദേവന്റെ അടുക്ക പറയും, എനിക്ക് വരം തന്നതല്ലേ ഇങ്ങനെ 100 മക്കളുണ്ടാവും, കണ്ടോ ഞാൻ പ്രസവിച്ചത് ഇതാണ് എന്ന് പറയും. അപ്പം ഞാൻ പറയുന്നത് ഒരിക്കലും തെറ്റാവില്ല, 101 കുടം കൊണ്ടുവരാൻ പറയും. 101 കുടം കൊണ്ടുവരും. എന്നിട്ട് ഈ മന്ത്രം കൊണ്ട് ഈ ഫ്ലഷ്, ഈ മാംസപിണ്ഡത്തിനെ 101 കഷ്ണങ്ങളായിട്ട് വേർതിരിയും. അത് ഒരു തമ്പിന്റെ അത്രയേ ഉള്ളൂ ഓരോന്നും. എന്നിട്ട് ഇതെല്ലാം ഈ കുടത്തിന്റെ അകത്ത് നെയ്യ് നിറച്ചിട്ട് ഓരോ കഷ്ണം ഓരോ കുടത്തിന്റെ അകത്തും ഇടും. എന്നിട്ട് അത് മൂടി വെക്കും, സീൽ ചെയ്ത് വെക്കും. എന്നിട്ട് പറയും 2 കൊല്ലം കഴിഞ്ഞിട്ടേ ഇത് തുറക്കാവുള്ളൂ എന്ന് പറയും. എന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് ആദ്യത്തേത് തുറക്കുമ്പോഴത്തേക്കും ഭയങ്കര ദുശഗുണങ്ങളൊക്കെ കാണും. ഈ ആസ് എന്ന് പറഞ്ഞ എന്താ, കഴുത ഇങ്ങനെ ഒച്ച കേൾപ്പിക്കുന്നത്, കരയുന്ന ഒച്ചയും, പിന്നെ ഈ ജക്കാളില്ലേ, ജക്കാളിന് മലയാളം എന്താ,
ജക്കോള് കരയുന്നതും പിന്നെ തീ എല്ലാം കുഴുനരി. ആ കുരുനരി. അപ്പം അത് ഒക്കെ കരയുന്ന, പിന്നെ തീ വരുന്നത്, തീ വെറുതെ ഒരു റീസണും ഇല്ലാതെ ആ ഹസ്തിനപുരത്ത് പല സ്ഥലത്ത് തീയൊക്കെ വരും. അപ്പൊ അങ്ങനത്തെ ദുശഗുണമൊക്കെ കാണുമ്പോൾ ധൃതരാഷ്ട്ര വിതുര എന്ന് പറയുന്ന ശരിക്കും ഇവരുടെ ബ്രദർ തന്നെയാണ്. ധൃതരാഷ്ട്രയും പാണ്ഡുവിന്റെയും ബ്രദർ തന്നെയാണ് വിതുര. പക്ഷേ അമ്മ ഒരു ശൂദ്ര സ്ത്രീ ആയിരുന്നു. അത് കാരണം രാജ്യം ഭരിക്കാനുള്ള അധികാരമില്ല വിതുരയ്ക്ക്. അപ്പൊ വിതുര ഇവരുടെ മിനിസ്റ്ററായിട്ട്, ചീഫ് മിനിസ്റ്ററായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പൊ വിതുര ഭയങ്കര ബുദ്ധിമാനാണ്. അപ്പൊ വിതുരയുടെ അടുക്കലും വേറെ ഋഷിമാരുടെ അടുക്കലും ഒക്കെ ചോദിക്കും, എന്താണ് ഈ ദുശഗുണം കാണുന്നത് എന്ന് പറയുമ്പോ അവര് പറയും, വിതുര പറയും, ഇത് ഈ കുട്ടി നമ്മളുടെ കൂടെ ഇരുന്നാല് ഈ കുരുവംശം മുഴുവൻ നശിക്കും. അത് കാരണം ഈ കുട്ടിയെ കളയണം, എന്നാലും നിങ്ങൾക്ക് 99 മക്കളുണ്ടാവുമല്ലോ, പ്ലസ് ഒരു പെൺകുട്ടി, അങ്ങനെ 100 പിള്ളേര് പിന്നെയും നിങ്ങൾക്ക് കാണുമല്ലോ, അതുകൊണ്ട് ഈ കുട്ടിയെ കളയാൻ പറയും. പക്ഷെ ധൃതരാഷ്ട്രക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് തോന്നും ഈ കുഞ്ഞിനോട്, എന്നിട്ട് കളയില്ല. ശരിക്കും രാജാവെന്ന് പറഞ്ഞാല് മന്ത്രിമാര് പറയുന്നത് അനുസരിക്കണം. അത് രാജ്യത്തിന് നല്ലതാണെങ്കിൽ, ഇപ്പൊ രാജ്യത്തിന് നല്ലതാണ് അല്ലെ, ഈ ഉണ്ടെങ്കിൽ അത് ചീത്തയാണ്, ഒരു വംശമേ നശിച്ചു പോകും അല്ലേ? അന്ന് തുള്ളിയിട്ട് വന്നതും പറഞ്ഞു, രാത്രിയല്ല അത് പറഞ്ഞത്, വൈകിട്ട്. കൃഷ്ണ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? അപ്പോഴേ ഈ കുരുവംശമേ നശിക്കും ആ കുട്ടി ഉണ്ടെങ്കിൽ. എന്നിട്ടും അത് അവര് അനുസരിക്കേണ്ടതാണ് ധർമ്മം ആ രാജാവിന്റെ. പക്ഷേ രാജാവ് അത് കേൾക്കില്ല. ആ കുട്ടിയാണ് ദുര്യോധനൻ. അത് കഴിഞ്ഞ് ഓരോരോ കുട്ടികളെ അവര് കുടത്തിന്ന് എടുക്കും. അപ്പൊ അതാണ് ദുര്യോധനൻ പറയുന്നത് കലിയുഗത്തിന്റെ ഒരു അവതാരമാണെന്ന്. കലിയുഗത്തിൽ നമ്മൾ പറഞ്ഞു അല്ലേ എന്തൊക്കെ ദോഷങ്ങളുണ്ടെന്ന്, ആ ദോഷം എല്ലാം ഉള്ള ആളാണ് ദുര്യോധനൻ. അങ്ങനെ ഉള്ള മകനെയാണ് അവർക്ക് കിട്ടുന്നത് ദുര്യോധനനിട്ട്. ഇനി ഈ ഇതില് ആരാണിത് പറയുന്നത്? പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമു. അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദ പുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ. ആര് പറയുന്നതാ ഇത്? അറിയാമോ? ഇല്ല. ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ധൃതരാഷ്ട്ര ഉവാച. ആരാണ്? സഞ്ജയനോ? നോക്കാം നമുക്ക്. ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ധൃതരാഷ്ട്ര ഉവാച എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്രൻ പറഞ്ഞു എന്ന്. രണ്ടാമത്തെ ശ്ലോകത്തിൽ സഞ്ജയൻ ഉവാച, സഞ്ജയ ഉവാച എന്ന് പറഞ്ഞു. അപ്പൊ സഞ്ജയൻ പറഞ്ഞു. എന്നിട്ട് സഞ്ജയൻ എന്താണ് പറയുന്നത് രണ്ടാമത്തെ ശ്ലോകത്തില്? സഞ്ജയൻ പറഞ്ഞു, അല്ലയോ രാജാവേ, പാണ്ഡുപുത്രന്മാർ സജ്ജമാക്കിയ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ആചാര്യന്റെ മുൻപിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ആരാണ് ഇത് പറയുന്നത്? സഞ്ജയനാണോ? ആർക്ക് പറയാൻ പറ്റും? ഒന്നും കൂടി വായിക്കാം. ദുര്യോധനൻ. കണ്ടോ, രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഇത് കണ്ടിട്ട് ദുര്യോധന മഹാരാജാവ് ആചാര്യന്റെ മുൻപിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന്. അപ്പം അടുത്ത ശ്ലോകം ആരായിരിക്കും പറയുന്നത്? ദുര്യോധനൻ. ശരിക്കും പറഞ്ഞാൽ ഇതിൽ പറയണം ദുര്യോധനൻ ഉവാച എന്ന്. അത് പറഞ്ഞിട്ടില്ല. എന്താന്ന് വെച്ചാൽ അതിന്റെ മുമ്പിലത്തെ ശ്ലോകത്തില്
പറയുന്നുണ്ട് അല്ലേ? അത് കണ്ടിട്ട് ദുര്യോധനൻ പറഞ്ഞു എന്ന് പറയുന്ന കാരണം അത് എടുത്തു പറയാത്തതാണ്. ഇത് പറയുന്നത് ദുര്യോധനനാണ്. നമുക്കിനി കാണാം എന്താ ദുര്യോധനൻ പറയുന്നതാണ്. പശ്യേതാം പാണ്ഡുപുത്രാണാം. പശ്യേതാം, പശ്യേതാം എന്ന് പറഞ്ഞാൽ നോക്കൂ, ജസ്റ്റ് സീ എന്ന് പറയാണ്. പാണ്ഡുപുത്രാണാം, പാണ്ഡുവിന്റെ പുത്രന്മാർ എന്താ, ആചാര്യ മഹതീം ചമൂം. ആചാര്യ ഒന്ന് നോക്കൂ, ഈ പാണ്ഡുപുത്രന്മാരുടെ മഹതീം ചമൂം. മഹതീം എന്ന് പറഞ്ഞ മഹത്തായ, ചമൂം, ചമൂം എന്ന് പറഞ്ഞ സേന, ഈ സേനാവ്യൂഹം. ഈ മഹത്തായ പാണ്ഡവ പുത്രന്മാരുടെ സേനാവ്യൂഹം നോക്കൂ ആചാര്യ എന്ന് പറയുകയാണ്. അവിടെ ആചാര്യന്റെ അടുത്ത് പോയി പറയാണ്, നോക്കൂ, കണ്ടില്ലേ പാണ്ഡുപുത്രന്മാർ ഒരുക്കി വെച്ചിരിക്കുന്ന സൈന്യ വ്യൂഹം എന്ന് പറയാണ്. വ്യൂഢാം ദ്രുപദപുത്രേണ. ഈ വ്യൂഢം, ഇത് സജ്ജീകരിച്ചിരിക്കുന്ന, ഇത് വ്യൂഹീകരിച്ചിരിക്കുന്ന എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആരാണ്? ദ്രുപദപുത്രേണ, ദ്രുപദന്റെ പുത്രനായ തവ ശിഷ്യേണ ധീമത. തവ ശിഷ്യേന, നിന്റെ, തവ എന്ന് വെച്ചാൽ അങ്ങയുടെ ശിഷ്യനും ധീമത. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള, ധീമത നല്ല ബുദ്ധിശാലിയായ അങ്ങയുടെ ശിഷ്യനായ ദ്രുപദപുത്രൻ ഒരുക്കിയ പാണ്ഡുപുത്രന്മാരുടെ മഹത്തായ വ്യൂഹം, സേനാ വ്യൂഹം നോക്കൂ എന്ന് പറയുകയാണ്. ഇനി ഇവിടെ നോക്കിയാല് നല്ല നല്ല അഡ്ജക്റ്റീവ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ, വിശേഷണങ്ങള്. നോക്കി, ബുദ്ധിശാലിയായ ശിഷ്യൻ, അത് നല്ലൊരു അഡ്ജക്റ്റീവ് അല്ലേ കൊടുത്തിരിക്കുന്നത്. നല്ല ബുദ്ധിയുള്ളവനാണ് ഈ കുട്ടി എന്ന് പറയുന്നത് നല്ലൊരു അഡ്ജക്റ്റീവ് അല്ലേ. അതുപോലെ തന്നെ പറയുന്നു മഹത്തായ പാണ്ഡവ സൈന്യം. അപ്പൊ അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള പാണ്ഡവ സൈന്യത്തെ നോക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ നോർമലി ഇത് പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും അയാൾ പ്രേസ് ചെയ്യാണെന്ന്, അഭിനന്ദിക്കുകയാണെന്ന് വിചാരിക്കും അല്ലെ. പാണ്ഡുവിന്റെ സൈന്യം നോക്കിയേ, ഭയങ്കര മഹത്തായ സൈന്യം. അതുപോലെ അങ്ങയുടെ ശിഷ്യൻ നോക്കിയേ എത്ര ബുദ്ധിശാലിയാണ്, എത്ര നന്നായി ഒരുക്കിയിരിക്കുന്നു ഈ സൈന്യ വ്യൂഹത്തെ എന്ന് ചോദിക്കുന്നത്. എന്നാൽ ദുര്യോധനൻ അങ്ങനെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? അല്ല. അവര് ശത്രുക്കളാണ്. അപ്പം ആചാര്യന്റെ അടുക്ക പറയാണ്, നിങ്ങളുടെ തന്നെ ശിഷ്യൻ, നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ എനിമിയുടെ സൈന്യത്തെ നല്ലോണം വ്യൂഹീകരിച്ചിട്ട് നല്ലോണം അറേഞ്ച് ചെയ്തിട്ട് വന്നിരിക്കുക നമ്മളോട് ഫൈറ്റ് ചെയ്യാൻ. അങ്ങ് തന്നെ പഠിപ്പിച്ചു കൊടുത്തതാണ് അങ്ങയുടെ ശിഷ്യൻ. അങ്ങ് പഠിപ്പിച്ചു കൊടുത്ത എല്ലാ സൈനിക മുറകളും അനുസരിച്ച് ദാ ഇപ്പൊ കണ്ടില്ലേ അറേഞ്ച് ചെയ്ത് വന്നിരിക്കുന്നത് അങ്ങേ തന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി എന്താ പറയുകയാണ്. ഇനി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കണ്ടില്ലേ, ദ്രുപദപുത്രേണ. ദ്രുപദയുടെ പുത്രൻ ആയ അങ്ങയുടെ ശിഷ്യൻ. അങ്ങേർക്ക് പേരില്ലേ? ദ്രുപദപുത്രൻ ഒരു പേരുണ്ടാവുമല്ലോ. അപ്പൊ ആ പേര് പറഞ്ഞല്ലേ വിളിക്കേണ്ടത്. ദൃഷ്ടദ്യുമ്നൻ എന്നാണ് ഈ ദ്രുപദപുത്രന്റെ പേര്. എന്തുകൊണ്ട് ദ്രുപദപുത്ര എന്ന് പറഞ്ഞു, ദൃഷ്ടദ്യുമ്ന എന്ന് പറയാതെ ദ്രുപദപുത്ര എന്ന് പറഞ്ഞതിന് ഒരു കാരണമുണ്ട്. എന്താന്ന് വെച്ചാല് ഈ ദ്രോണാചാര്യരും ദ്രുപദനും ആയിട്ട് വലിയ വഴക്കാണ്, അവര് ശത്രുക്കളാണ്. അതുകൊണ്ടാണ് ഈ ശത്രുവിന്റെ പേര് വെച്ച് മകനെ പറഞ്ഞത്. അപ്പൊ ഓൾറെഡി അങ്ങയുടെ ശത്രുവാണ് ദ്രുപദൻ. ഇപ്പൊ കണ്ടില്ലേ മകനും കൂടി ഓപ്പോസിറ്റ് പാർട്ടിയിൽ ചേർന്നിരിക്കുന്ന, നമ്മുടെ ശത്രുക്കളുടെ പാർട്ടിയിൽ ചേർന്ന് അങ്ങ് തന്നെ പഠിപ്പിച്ചു കൊടുത്ത മുറകളൊക്കെ നമ്മളുടെ എഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കാൻ പോകുന്ന കണ്ടില്ലേ എന്നാണ് ഇത് പറയുന്നതിന്റെ അർത്ഥം. ഇനി നമുക്ക് നോക്കാം എന്താണ് ദ്രുപദനും ഈ ദ്രോണാചാര്യരും ആയിട്ട് വൈര്യം വരാനുള്ള കാര്യം, ശത്രുത വരാനുള്ള കാര്യം എന്ന് നോക്കാം. ദ്രുപദനും ദ്രോണാചാര്യര്, അപ്പൊ ദ്രോണ എന്നായിരുന്നു പേര്,
ദ്രുപദനും ദ്രോണായും ഒരേ ഗുരുകുലത്തിൽ പോയി പഠിച്ചവരായിരുന്നു. അവര് കൊച്ചു കുട്ടികളായിരുന്നപ്പോ വലിയ സുഹൃത്തുക്കളായിരുന്നു. എന്നിട്ട് ഈ ദ്രോണാചാര്യർ നല്ല മിടുക്കനായിരുന്നു പഠിക്കാൻ. അപ്പൊ ദ്രുപദൻ പഠിക്കാൻ അത്ര നല്ലല്ലായിരുന്നു. അപ്പൊ ഈ ആയുധ കലകളും ഒക്കെ പെട്ടെന്ന് ദ്രോണാചാര്യര് പഠിച്ചെടുക്കും. പക്ഷെ ദ്രുപദന് കുറച്ച് പുറകോട്ടായിരുന്നു. അപ്പൊ ഈ ഹോംവർക്കൊക്കെ കൊടുക്കുമ്പം എപ്പോഴും ദ്രോണാചാര്യർ ഹെൽപ്പ് ചെയ്യും ദ്രുപദനെ ഹോംവർക്കൊക്കെ ചെയ്യാൻ. അപ്പൊ അങ്ങനെ അവര് വലിയ ഫ്രണ്ട്സായി. എന്നിട്ട് ഈ പഠിത്തമൊക്കെ കഴിഞ്ഞ് അവര് പിരിയാൻ നേരത്ത് ദ്രുപദൻ എന്ന് പറയുന്ന ആരാണ്? ഒരു രാജാവ്. ദ്രുപദ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ അടുത്ത രാജാവാണ്. അടുത്ത രാജാവാകാൻ പോകുന്ന രാജ്യ അവകാശിയാണ്. അതാണ് ദ്രുപദൻ. എന്നാ ദ്രോണാചാര്യര് ഒരു സേജ്, ഒരു മുനിയുടെ പുത്രനാണ്. ആര്യ ഭരദ്വാജ് എന്ന് പറയും. ഭരദ്വാജ് മുനിയുടെ പുത്രനാണ് ദ്രോണാചാര്യർ. അപ്പൊ നമ്മൾ നോക്കിക്കേ, എന്ത് വ്യത്യാസം അല്ലെ അവരുടെ ലൈഫ് തമ്മില്. ദ്രോണാചാര്യരാണെങ്കിൽ ഒരു മുനിയുടെ മകന്. അപ്പം അവര് പുവറായിട്ടാണ് ജീവിക്കുന്നത് അല്ലെ. മുനികൾക്കൊന്നും കൂടുതൽ സമ്പത്തും ഒന്നും കാണില്ല. ആരെങ്കിലും വല്ലതും കൊണ്ട് കൊടുത്താൽ കഴിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അച്ഛന്റെ മോനാണ് ദ്രോണാചാര്യർ. എന്നാൽ ദ്രുപദനാണെങ്കിലോ ഒരു രാജാവിന്റെ മോനാണ്. അപ്പൊ അങ്ങനെ ഉള്ളവരാണ് തമ്മിൽ വലിയ ഫ്രണ്ട്സ് ആയത്. എന്നിട്ട് എല്ലാരും പഠിത്തമൊക്കെ കഴിഞ്ഞ് ഗുരുകുലത്തിൽ നിന്ന് എല്ലാരും ഡിസ്പേഴ്സ് ആകാൻ നേരത്തെ ദ്രുപദൻ ദ്രോണാചാര്യരുടെ ഒക്കെ പറയും, ഞാൻ രാജാവാകുമ്പം നിനക്ക് ഞാൻ എൻ്റെ പകുതി രാജ്യം തരാം എന്ന് പറയും. കൊച്ചുകുട്ടികൾ അങ്ങനെ പറയുമല്ലോ അല്ലെ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് വലിയ ഫ്രണ്ട്സ് ആവുമ്പോ പറയും, ഞാൻ വലുതാവുമ്പം ഞാൻ നിനക്കൊരു കാറ് വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയും അല്ലെ. അതുപോലെ തന്നെ ദ്രുപദൻ പറയും, ഞാൻ രാജാവാകുമ്പോ നിനക്ക് ഞാൻ എൻ്റെ രാജ്യത്തിന്റെ പകുതി തരാം എന്ന് പറയും. അപ്പൊ ദ്രോണാചാര്യർ പറയുവേ, എനിക്കതൊന്നും വേണ്ട, പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഞാൻ നിന്റെ അടുത്ത് വരാം, അല്ലാതെ എനിക്ക് രാജ്യമൊന്നും തരണ്ട എന്ന് പറയും. അങ്ങനെ അവര് പിരിയും. അങ്ങനെ ദ്രുപദൻ കുറച്ചു നാൾ കഴിയുമ്പം രാജാവാകും. ദ്രോണാചാര്യരാണെങ്കിൽ വളരെ പുവറായിട്ട് തന്നെ ജീവിക്കും. എന്നിട്ട് ഒരു കല്യാണമൊക്കെ കഴിക്കും. കല്യാണം കഴിച്ച് കൃപാചാര്യർ എന്ന് പറഞ്ഞ ഒരു ട്വിൻ സിസ്റ്റർ, ഇരട്ട ആയിട്ടുള്ള പെങ്ങളെയാണ് കല്യാണം കഴിക്കുന്നത്. സിസ്റ്ററിനെയാണ് കല്യാണം കഴിക്കുന്നത്. കൃപി എന്നാണ് പേര്. അപ്പം ദ്രോണാചാര്യർ കൃപിയെ കല്യാണം കഴിക്കും. അവര് പുവറായിട്ടുള്ള ഒരു ലൈഫായിരുന്നു. ദ്രുപദനാണെങ്കിൽ രാജാവുമായി. എന്നിട്ട് അവർക്കൊരു ഈ കൃപിക്കും ദ്രോണർക്കും ഒരു കുഞ്ഞുണ്ടാകും. അശ്വത്ഥാമ എന്നാണ് പേര്. എന്നിട്ട് അശ്വത്ഥാമാവിനെ നല്ലോണം ഒന്നും വളർത്താനൊന്നും പറ്റുന്നില്ല, അവർക്ക് പൈസ ഇല്ലാത്തായിരുന്നു. എന്നിട്ട് പാലൊന്നും കൊടുത്തിട്ടേ ഇല്ല. പാലെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്ന പോലും അശ്വത്ഥാമാവിന് അറിയില്ല. എന്താന്ന് വെച്ചാൽ അച്ഛനും അമ്മയ്ക്കും പാല് വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസ ഇല്ല. അപ്പൊ ഈ അശ്വത്ഥാമാവിന്റെ കൂട്ടുകാരെല്ലാം ഒരിക്കല് കളിയാക്കി അവനെ അരിപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് പാലാണെന്ന് പറഞ്ഞു കൊടുക്കും. ആ കുഞ്ഞ് കണ്ടിട്ടില്ല പാല്, അത് കാരണം അത് പാലായിരിക്കും എന്ന് വെച്ച് കുടിക്കും. എന്നിട്ട് എല്ലാവരെയും കടന്ന് കളിയാക്കും. അപ്പൊ ഇത് ദ്രോണാചാര്യരെ കാണുമ്പം ഭയങ്കര സങ്കടം വരും. എനിക്ക് മോനെ നല്ലോണം വളർത്താൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടം വരും. അപ്പൊ വിചാരിക്കും, എന്നാ പിന്നെ ദ്രുപദ മഹാരാജിന്റെ അടുക്ക ചെന്ന് ഞാൻ 2-3 പശുക്കളെ തരാമോ എന്ന് ചോദിക്കാം, പാലൊക്കെ കറന്ന് കുഞ്ഞിന് കൊടുക്കാലോ, അതിനു വേണ്ടി. എന്നിട്ട് ദ്രുപദ രാജാവിന്റെ അടുക്ക ചെല്ലും. അപ്പൊ ആ ഗേറ്റ് കീപ്പേഴ്സ് ഒന്നും അയാളെ അകത്ത് കടത്തി വിടില്ല. എന്താന്ന് വെച്ചാൽ പുവറായിട്ടുള്ള ഡ്രസ്സും ഒക്കെ ഇട്ടോണ്ട് വന്നപ്പം രാജാവിനെ കാണാൻ പറ്റില്ല എന്ന് പറയും. പിന്നെ എങ്ങനെയെങ്കിലും കുറെ പറഞ്ഞ് ഞാൻ രാജാവിന്റെ കൂട്ടുകാരനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവര് കയറ്റും. എന്നിട്ട് രാജാവിന്റെ അടുക്ക ചെല്ലും. അപ്പൊ ദ്രുപദനാണെങ്കില്
ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുള്ള മട്ട് പോലും കാണിച്ചില്ല. ആരാ എന്താ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇങ്ങനെ നീ എന്നെ പ്രോമിസ് ചെയ്തായിരുന്നു ഹാഫ് ദ കിങ്ഡം തരാമെന്ന്. ഇപ്പൊ എനിക്ക് കിങ്ഡം ഒന്നും വേണ്ട, നീ എനിക്ക് 5-6 പശുക്കളെ തരുമോ, ഞാൻ എൻ്റെ സ്ഥിതി വളരെ മോശമാണ് എന്നൊക്കെ പറയും. അപ്പൊ പറയും അങ്ങനെ എന്താ ഒരു രാജാവും ഒരു പാമരനുമായിട്ട് എങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും? ഈക്വൽസ് തമ്മിലല്ലേ ഫ്രണ്ട്സ് ആകാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് നിന്നെ ഓർമ്മയേ ഇല്ല, എനിക്കിങ്ങനെ ഒരു കൂട്ടുകാരനേ ഇല്ല എന്നൊക്കെ പറയും. എന്നിട്ട് മന്ത്രിമാരെടുക്കെ പറയും ഒരു 5-6 പശുവിനെ കൊടുത്തേരേ എന്ന് പറയും. അപ്പം അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ദ്രോണാചാര്യർക്ക്. അപ്പൊ പശുവിനെ എടുക്കാതെ അങ്ങ് പോകും. എന്നിട്ട് തീരുമാനിക്കും, ശരിക്കും ഒരു മുനിയുടെ മോനാണ്, അവര് ബ്രാഹ്മണരാണ്. അപ്പൊ ശരിക്കും വേദവും ഒക്കെ പഠിച്ച് അങ്ങനെ വേദം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ജോലിയാണ് ബ്രാഹ്മണർക്ക്. പക്ഷേ അങ്ങനെ ജീവിക്കാൻ പറ്റില്ല, ഒരു കുഞ്ഞിനെയും ഒക്കെ വെച്ച് കുഞ്ഞിനെ വളർത്താനും ഒന്നും പറ്റില്ല എന്ന് കണ്ടിട്ട് വിചാരിക്കും, ഞാൻ ബ്രാഹ്മണത്വമൊക്കെ കളഞ്ഞേച്ച് ഞാന് ആയുധകലയില് കൊച്ചിലെ നല്ല മിടുക്കനായിരുന്നു, അപ്പം ആയുധകല അഭ്യസിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ ഞാൻ ഇനി ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബ്രാഹ്മണ കൾച്ചറൊക്കെ വിട്ടിട്ട് ഈ ക്ഷത്രിയനാകാനുള്ള പുറപ്പാടായിരുന്നു. അപ്പൊ അങ്ങനെ കൗരവരുടെ അവിടെ ചെല്ലുമ്പം ഒരു ദിവസം ഈ കുട്ടികള് പാണ്ഡവരും കൗരവരും, അവരെല്ലാം കൗരവര് തന്നെയാണ്. അപ്പൊ ഈ 100 കൗരവരും ഈ 5 പാണ്ഡവരും കൂടെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവര് ബോള് കളിക്കുകയായിരുന്നു. അപ്പൊ ബോള് ഒരു കിണറിൽ വീഴും. അപ്പൊ അവർക്ക് ഈ കിണറിൽ നിന്ന് എടുക്കാൻ ഒരു രക്ഷയില്ല, അവർക്ക് പറ്റുന്നില്ല. അതുവഴി ദ്രോണാചാര്യർ വരുമ്പം ദ്രോണാചാര്യർ എന്ത് ചെയ്യുന്ന വെച്ചാൽ പുല്ലെടുത്തിട്ട് ഇങ്ങനെ അതിലോട്ട് ചെയ്യും. അപ്പൊ ആദ്യത്തെ പുല്ല് ചെന്ന് ആ ബോളില് കുത്തിയിരിക്കും. അടുത്തടുത്ത പുല്ല് അതിന്റെ മോളിലായിട്ട് അത് മോള് വരെ വരുമ്പം അതിനെ വലിച്ചെടുക്കും. അപ്പൊ ഇത് കണ്ടപ്പോ പിള്ളേർക്ക് ഭയങ്കര അതിശയം, എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്ന്. എന്നിട്ട് ഇത് അപ്പൂപ്പന്റെ അടുക്ക ചെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ ആരാ നിങ്ങളെന്ന് പറയുമ്പോ പറയും, എൻ്റെ പേര് ദ്രോണ എന്നാണ്, നീ അപ്പൂപ്പന്റെ അടുക്ക പോയി ചോദിച്ചാ എന്നെ അറിയാമായിരിക്കും എന്ന് പറയും. അപ്പൊ ഭീഷ്മരാണ് അപ്പൂപ്പൻ. അപ്പൊ ഭീഷ്മരുടെ അടുക്ക ചെന്ന് പറയും, ഇങ്ങനെ ഒരാള് ഇങ്ങനെ ഇതെടുത്ത് തന്നു ബോള് എന്നൊക്കെ പറഞ്ഞു. അപ്പം മനസ്സിലായി അത് വളരെ നല്ല ആയുധകലയിലൊക്കെ നല്ല എക്സ്പേർട്ടായ ആളാണെന്ന് മനസ്സിലാക്കി ഈ കൗരവരെ പഠിപ്പിക്കാൻ വേണ്ടി ആയുധകല എന്ന് വെച്ചാൽ മിലിറ്ററി ആർട്ട് പഠിപ്പിക്കാൻ വേണ്ടി നിർത്തി. അങ്ങനെ ദ്രോണാചാര്യരായി, ആചാര്യനായി. ഈ പിള്ളേരെ എല്ലാം പഠിപ്പിച്ചത് ദ്രോണാചാര്യരാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യൻ എന്ന് പറയുന്ന അർജുനനായിരുന്നു. എന്നുവെച്ചാൽ അർജുനൻ വേഗം എല്ലാം പഠിക്കും. എന്നിട്ട് അർജുനന് സ്പെഷ്യലായിട്ട് കൂടുതൽ സംഗതികളെല്ലാം പഠിപ്പിച്ചും കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് ദ്രോണാചാര്യരുടെ കഥ. എന്നിട്ട് ഇപ്പൊ ദുര്യോധനൻ ദ്രോണാചാര്യരുടെ അടുക്ക ചെന്ന് പറയുന്നു, കണ്ടില്ലേ ഈ പാണ്ഡുവിന്റെ സൈന്യം, പാണ്ഡവന്മാരുടെ സൈന്യം എന്ന് പറയുന്നു. ശരിക്കും ഭീഷ്മനാണ് ഇപ്പോഴത്തെ സേനാപതി. ഭീഷ്മൻ മരിച്ച് താഴെ വീഴുമ്പോഴാണ് ദ്രോണാചാര്യർ അടുത്ത സേനാപതിയാകുന്നത്. ഇപ്പൊ സേനാപതിയല്ല. എന്നിട്ടും ദ്രോണരുടെ അടുക്കെ എന്തുകൊണ്ട് ചോദിച്ചു? അത് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഈ ദുര്യോധനൻ അറിയാം ദ്രോണാചാര്യർക്കും ഭീഷ്മർക്കും ഒക്കെ പാണ്ഡവരെ വലിയ ഇഷ്ടമാണെന്ന്. പ്രത്യേകിച്ച് ദ്രോണാചാര്യർക്ക് ഈ അർജുനനെയൊക്കെ വലിയ ഇഷ്ടമാണെന്നറിയാം. അതുകൊണ്ടാണ് അതുകൊണ്ട് ഈ കൗരവരുടെ സൈഡിൽ നിന്നുകൊണ്ട് പാണ്ഡവരോട് എന്തെങ്കിലും ഒരു ചായ്വ് കാണിക്കുമോ എന്ന് ഭയന്നു ദുര്യോധനൻ. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ചാൻസ് കിട്ടിയത്. എന്താ? ദൃഷ്ടദ്യുമ്നനാണ് അവരുടെ പാണ്ഡവന്മാരുടെ സൈന്യം നയിക്കുന്നത്. അവിടുത്തെ സേനാപതി എന്ന് പറയുന്നത് ആരാണ്? ദൃഷ്ടദ്യുമ്നനാണ്. അത് ദ്രുപദന്റെ മകന്.
അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഒക്കേഷൻ കയ്യിലെടുത്തിട്ടാണ് ദ്രോണാചാര്യരുടെ അടുക്ക ചെന്ന് ഈ ദുര്യോധനൻ സംസാരിക്കുന്നത്. ഇനി പറയുന്നു, ദൃഷ്ടദ്യുമ്നൻ ദ്രുപദന്റെ മകനെ പഠിപ്പിച്ചത് ദ്രോണാചാര്യരാണെന്ന് പറയുന്നു. തവ ശിഷ്യേണ ധീമത, അങ്ങയുടെ ബുദ്ധിശാലിയായ ശിഷ്യൻ എന്ന് പറയുന്നു ദ്രുപദ രാജാവിന്റെ മകനെ. ഇനി ദ്രുപദ രാജാവിന്റെ മകൻ എങ്ങനെ ജനിച്ചു എന്നുള്ളതും നമുക്ക് കാണാം. ഈ ദ്രുപദനും ദ്രോണാചാര്യരും തമ്മില് അപ്പൊ ഒരു ശത്രുതയുണ്ടായി അല്ലേ? എന്താന്ന് വെച്ചാല് ദ്രുപദൻ അംഗീകരിച്ചില്ല ഫ്രണ്ടാണെന്നുള്ളത്. അപ്പം ദ്രോണാചാര്യർക്ക് ഭയങ്കര റിവെഞ്ച് വരും. റിവെഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? വെഞ്ചിയൻസ് വരും എന്ന് പറഞ്ഞാല് പ്രതികാരം. അപ്പൊ ഭയങ്കര പ്രതികാരം ഉള്ളിൽ വരും, പ്രതികാരം ചെയ്യണം എന്നുള്ള തോന്നൽ വരും. എന്നിട്ട് ഈ കൗരവരെ എല്ലാം പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് ദ്രോണാചാര്യരെ പറയും, എനിക്ക് നിങ്ങൾ ഗുരുദക്ഷിണയായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്തു തരണം എന്ന് പറയും. അപ്പൊ അവരെല്ലാം ചോദിക്കും, എന്താണ്, പറയൂ, ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറയും. അപ്പൊ പറയും, ദ്രുപദ രാജ്യത്ത് പോയി ദ്രുപദ രാജാവുമായിട്ട് ഫൈറ്റ് ചെയ്ത് ദ്രുപദനെ തോപ്പിച്ചിട്ട് കൊല്ലല് കെട്ടിയിട്ട് ഇങ്ങി കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്ന് പറയും. അപ്പൊ ദുര്യോധനന്റെ ബ്രദേഴ്സും എല്ലാം പറയും, ഞങ്ങൾ പോയി ചെയ്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരാദ്യം പോകും. എന്നിട്ട് ദ്രുപദ രാജ്യത്ത് പോയിട്ട് ഫൈറ്റ് ചെയ്യുമ്പം അവരെ തോപ്പിക്കും ദ്രുപദൻ. എന്നിട്ട് അവരെ കെട്ടിയിടും. അപ്പൊ ഇനി അർജുനനും പാണ്ഡവര് പറയും, ഞങ്ങൾ പോയി തോപ്പിക്കാം എന്ന് പറയും. എന്നിട്ട് അർജുനൻ തന്നെയാണെന്ന് തോന്നുന്നു പോകുന്നത്, അതോ പാണ്ഡവരും എല്ലാരും പോകും. എന്നിട്ട് അവിടെ പോയി ദ്രുപദനെ തോൽപ്പിച്ച് ബൈൻഡ് ചെയ്ത് കെട്ടിയിട്ടിട്ട് കൊണ്ടുവരും. എന്നിട്ട് ദ്രോണാചാര്യരുടെ അടുത്ത് കൊണ്ടുവരും. അപ്പൊ ദ്രോണാചാര്യരെ പറയും, എന്നെ ഇപ്പം ഓർമ്മയുണ്ടോ, നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് പഠിച്ചവരാണ്. എന്നിട്ട് എൻ്റെ അടുക്കൽ രാജ്യത്തിന്റെ പകുതി തരാം എന്നൊക്കെ അന്ന് പ്രോമിസ് ചെയ്തതായിരുന്നു. അപ്പോഴ് നീ എന്നെ ഇൻസൾട്ട് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ തോപ്പിച്ചത് എന്ന് പറയും. എന്നിട്ട് പറയും, നിന്റെ പകുതി രാജ്യം ഞാൻ എടുത്തിട്ട് ബാക്കി പകുതി നിനക്ക് തരാം, എന്നിട്ട് നിന്നെ വിടാം എന്ന് പറയും. അപ്പം ഓ ശരി, സോറി എന്നൊക്കെ പറയും. അങ്ങനെ പകുതി രാജ്യം ദ്രോണാചാര്യർ എടുക്കും. എന്നിട്ട് പകുതി രാജ്യം തിരിച്ച് ദ്രുപദന് കൊടുത്തേച്ച് വിടും, ഫ്രീ ആയിട്ട് വിടും. അപ്പം ദ്രുപദൻ ഓക്കെ സോറി എന്നൊക്കെ പറഞ്ഞെങ്കിലും ദ്രുപദന്റെ മനസ്സിലും ഒരു ഒരു ഫീലിംഗ് വരും. ഇനി റിവെഞ്ച് എടുക്കണം ദ്രോണാചാര്യരുടെ അടുത്ത് എന്നുള്ള ഒരു ഫീലിംഗ് വരും. എന്നിട്ട് എന്ത് ചെയ്യും ദ്രുപദൻ വീട്ടിൽ പോയിട്ട് രാജ്യത്ത് പോയിട്ട് ഒരു വലിയ യജ്ഞം ചെയ്യും, ഒരു സാക്രിഫൈസ് ചെയ്യും. എന്തിനു വേണ്ടിയാ? ഈ ദ്രോണാചാര്യരെ കൊല്ലാൻ ശേഷിയുള്ള ഒരു മകൻ വേണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു യജ്ഞം ചെയ്യും. ആ യജ്ഞ അഗ്നിയിൽ നിന്ന്, അഗ്നി എന്ന് പറഞ്ഞാൽ അറിയാലോ ഫയറിൽ നിന്ന് ഒരു യുവാവ് ഇങ്ങനെ വരും. കവചവും ഒക്കെ ഇട്ട് അമ്പും വില്ലും ഒക്കെ എടുത്തോണ്ട് കയ്യിലുമായിട്ട് ഒരു യുവാവ് ആ അഗ്നിയിൽ നിന്ന് വരും. അപ്പൊ ഒരു അശരീരി കേൾക്കും, ഇവൻ ദ്രോണാചാര്യരെ കൊല്ലാൻ വേണ്ടി ജനിച്ചിരിക്കുന്നതാണ് എന്ന് പറയും. അപ്പൊ ആ കുട്ടിയെ ദൃഷ്ടദ്യുമ്നൻ എന്ന് പേര് കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോ പിന്നെയും ഈ അഗ്നി ആളി കത്തിയിട്ട് ഒരു യുവതി ഇറങ്ങി വരും, ഒരു നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി ഇറങ്ങി വരും, നല്ല ഭംഗിയുള്ള. എന്നിട്ട് പറയും, അശരീരി പിന്നെയും പറയും, ഈ പെൺകുട്ടി കാരണം കുറേ രാജാക്കന്മാര് കൊല്ലാൻ ഇടവരും, എന്നിട്ട് കൗരവ വംശം തന്നെ നശിക്കാൻ കാരണമാകുന്ന ഈ കുട്ടി കാരണമായിരിക്കും എന്ന് പറയും.
എന്നിട്ട് ആ കുട്ടിയുടെ നിറം കറുത്തതായോണ്ട് കൃഷ്ണ എന്ന് പേരിടും. ആൺകുട്ടികളെ കൃഷ്ണ എന്നും പെൺകുട്ടി ആയോണ്ട് കൃഷ്ണ എന്നിടും പേര്. പിന്നെ വേറൊരു പേരുള്ളത് ദ്രൗപദി. ദ്രുപദന്റെ മോളായോണ്ട് ദ്രൗപദി എന്നൊരു പേരുമുണ്ട്. ആ ദ്രൗപദിയെ പിൻകാലത്ത് പാണ്ഡവര് കല്യാണം കഴിക്കും. അത് വേറൊരു കഥയാ, പിന്നെ പറയാം. ദൃഷ്ടദ്യുമ്നനെ എന്നിട്ട് എന്ത് ചെയ്യും, ഈ ദ്രോണാചാര്യരുടെ അടുക്ക, എന്താന്ന് വെച്ചാൽ ആ സമയത്തെ ഏറ്റവും വലിയ മിലിറ്ററി ആർട്ട് പഠിപ്പിക്കുന്നത് ദ്രോണാചാര്യരാണ്. അത് കാരണം ദ്രോണാചാര്യരുടെ അടുത്ത് തന്നെ ദൃഷ്ടദ്യുമ്നനെ വിടും ഈ ആയുധകല പഠിപ്പിക്കാൻ. അപ്പം ദ്രോണാചാര്യർക്ക് നല്ലോണം അറിയാം ഇങ്ങനെ ഒരു പ്രവചനമുണ്ട്, ഈ കുട്ടിയായിരിക്കും കൊല്ലാൻ പോകുന്ന ദ്രോണനെ എന്ന് ദ്രോണാചാര്യർക്ക് തന്നെ അറിയാം. എന്നാലും ഒരു നല്ല മനസ്സുകൊണ്ട്, പിന്നെ ഒരു ബ്രാഹ്മണനായോണ്ടുള്ള ശുദ്ധ മനസ്സുകൊണ്ടും, പിന്നെ പകുതി രാജ്യം തന്നതല്ലേ, ദ്രുപദന്റെ കയ്യിൽ പകുതി രാജ്യം കിട്ടിയതല്ലേ, അതിൻ്റെ ഒരു നന്ദി പ്രകടനമായിട്ട് ദൃഷ്ടദ്യുമ്നനെ എല്ലാ മിലിറ്ററി കലകളും പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഈ ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. അപ്പൊ അങ്ങനെയാണ് ഈ ശിഷ്യനായത് ദ്രുപദപുത്രൻ ദ്രോണാചാര്യരുടെ ശിഷ്യനായത്. എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ നോക്കിയാല് എന്തുകൊണ്ട് ദൃഷ്ടദ്യുമ്നനെ പാണ്ഡവരുടെ സേനാപതിയാക്കി? ആ പാണ്ഡവരുടെ സൈന്യത്തില് ഏറ്റവും നല്ല വില്ലാളി വീരനായ അർജുനനുണ്ട്. പിന്നെ ഭീമനാണെങ്കിൽ ഗദയിലെ ഏറ്റവും പ്രഗത്ഭനായ ആളാണ്. അവരൊക്കെ നിൽക്കുമ്പം ഈ ദൃഷ്ടദ്യുമ്നൻ അവരെ കമ്പയർ ചെയ്യുമ്പോൾ ഹീസ് നോവെയർ അറൗണ്ട് ദം. അത്ര പ്രഗത്ഭനൊന്നുമല്ല. എന്നിട്ടും എന്തുകൊണ്ട് ദൃഷ്ടദ്യുമ്നനെ ആ പാണ്ഡവരുടെ സൈന്യത്തിന്റെ സേനാപതിയാക്കി എന്ന് ചോദിച്ചാല്, ഈ ദ്രോണാചാര്യരെ കൊല്ലാൻ വിധിച്ചിട്ടുള്ളതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൃഷ്ടദ്യുമ്നനെ ആ സേനയുടെ സേനാപതിയാക്കിയത്. ഇനി നമുക്ക് ഇനി ഈ ദ്രോണൻ എങ്ങനെ മരിക്കുന്നു, ദ്രോണാചാര്യർ എങ്ങനെ മരിക്കുന്നു എന്നും കൂടെ പറഞ്ഞുതരാം. ഭീഷ്മാചാര്യര് 10 ദിവസം കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു, എന്നുവെച്ചാൽ സേനാപതിയായിരുന്നു 10 ദിവസം. അത് കഴിഞ്ഞ് ഈ അമ്പുകൾ എയ്ത് വീഴും ഭീഷ്മർ. പക്ഷെ മരിക്കില്ല. എന്താന്ന് വെച്ചാല് ഭീഷ്മർക്ക് ഒരു വരം കൊടുത്തിട്ടുണ്ട്. തന്നെത്താനെ തോന്നുമ്പോ മാത്രമേ മരിക്കുള്ളൂ ഭീഷ്മര്. അതുകൊണ്ട് അങ്ങനെ ഈ ശരശയ്യയിൽ അങ്ങനെ കിടക്കും. ഈ വോർ തീരുന്നിടം വരെയും അങ്ങനെ തന്നെ കിടക്കും. ശരം എന്ന് പറഞ്ഞാൽ എന്താ? ആരോസ് കൊണ്ടുള്ള ഒരു ബെഡ് എന്ന് വെച്ചാൽ അത്രയും ദേഹം മുഴുവനും ആരോസ്, അർജുനൻ എയ്ത ആരോസ് ആണ്. ആ ആരോസ് എല്ലാം കൊണ്ടാണ് വീണത്. അപ്പൊ ആ ഒരു ശരശയ്യയില് അങ്ങനെ കിടക്കും ഭീഷ്മര് 10ാമത്തെ ദിവസം. അപ്പൊ അന്ന് തൊട്ട് ദ്രോണാചാര്യരാണ് കമാൻഡർ ഇൻ ചീഫ്, സേനാപതി. അപ്പൊ 15ാം ദിവസം ആയപ്പോഴത്തേക്കും ദ്രോണാചാര്യര് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പാണ്ഡവരുടെ എല്ലാ ആൾക്കാരെയും കൊന്നുകൊണ്ടിരിക്കുക, ഒരു രക്ഷയില്ല. ദ്രുപദനെ കൊന്നു, എനിമിയായിരുന്ന ദ്രുപദനെ കൊന്നു, പിന്നെ ദൃഷ്ടദ്യുമ്നന്റെ 2 മക്കളെ കൊന്നു, വിരാടനെ കൊന്നു. അങ്ങനെ എല്ലാവരെയും നിരത്തിപ്പിടിച്ച് കൊല്ലുകയാണ്. അപ്പോഴേ ഇങ്ങനെ യുധിഷ്ഠിരൻ ഇങ്ങനെ അർജുനന്റെയും ഭീമന്റെ അടുത്ത് പറഞ്ഞു, ഒരു രക്ഷയില്ലല്ലോ ഈ ദ്രോണാചാര്യരെ കൊണ്ട്, ഇന്ന് തന്നെ തീരും ഈ വോറെന്നാ തോന്നുന്നു എന്ന് പറയും. അപ്പൊ കൃഷ്ണൻ പറയും, ഈ ആയുധം ഏന്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരു ദ്രോണാചാര്യരെ നിങ്ങൾക്ക് കൊല്ലാനേ പറ്റില്ല. അപ്പൊ എങ്ങനെയെങ്കിലും ആയുധം കളയണം ദ്രോണാചാര്യര്, എന്നാലേ കൊല്ലാൻ പറ്റുള്ളൂ. അതിന് ഒരു വഴിയേ ഉള്ളൂ.
നിങ്ങൾ പറയണം അശ്വത്ഥാമാവിനെ കൊന്നു എന്ന് പറയണം എന്ന് പറയും. അപ്പൊ വോർ ഇങ്ങനെ നടക്കില്ലേ. അപ്പൊ എവിടെയോ ഒരു സ്ഥലത്ത് അശ്വത്ഥാമാവ് എന്ന് പറയുന്ന ആരാണ്? ദ്രോണാചാര്യരുടെ മകന്. അപ്പൊ അശ്വത്ഥാമാവ് ചത്തു, അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറയണം എന്ന് പറയും. അപ്പം യുധിഷ്ഠിരന്റെ അടുക്ക അർജുനൻ അപ്പോൾ തന്നെ പറയും, ഞാൻ പറയില്ല. എന്താ വെച്ചാൽ പ്രിയപ്പെട്ട ടീച്ചറാണ്, ആചാര്യനാണ്, എന്റെ ഗുരുവാണ്, ഞാൻ പറയില്ല എന്ന് പറയും. അപ്പൊ യുധിഷ്ഠിരന്റെ അടുക്ക പറയാൻ പറയും. അപ്പൊ യുധിഷ്ഠിരൻ ഇങ്ങനെ വേണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ഭീമൻ എന്ത് ചെയ്യും? നല്ല ബുദ്ധിയായിട്ട് ഓടിപ്പോയി ഒരു ആനയുടെ പേര് അശ്വത്ഥാമ എന്ന് പറഞ്ഞൊരു ആനയുണ്ടായിരുന്നു അവരുടെ സൈന്യത്തിന്റെ ഇടയിൽ. അപ്പൊ ആ ആനയെ പോയി കൊന്നിട്ട് പറയും, അശ്വത്ഥാമ മരിച്ചു, അശ്വത്ഥാമിനെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരും. അപ്പൊ ഇത് ദ്രോണാചാര്യര് കേൾക്കുമ്പം യുധിഷ്ഠിരനെ നോക്കി കണ്ടിട്ട് ചോദിക്കും, ശരിയാണോ പറഞ്ഞത് എന്ന് ചോദിക്കും. എന്താന്ന് വെച്ചാൽ യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞാൽ കള്ളത്തരമേ പറയില്ല. ധർമ്മരാജാവിന്റെ മകനാണ് ശരിക്കും യുധിഷ്ഠിരൻ. ആ ദേവന്റെ ഒരു അംശമാണ്. അപ്പം യുധിഷ്ഠിരൻ കള്ളം പറയില്ല എന്നറിയാവുന്ന കൊണ്ട് യുധിഷ്ഠിരന്റെ അടുക്ക ദ്രോണാചാര്യർ പറയും, ശരിയാണോ അശ്വത്ഥാമ മരിച്ചോ എന്ന് പറയും. അപ്പൊ കൃഷ്ണൻ പറയും മരിച്ചു എന്ന് പറയാൻ പറയും. അപ്പൊ യുധിഷ്ഠിരൻ പറയും അശ്വത്ഥാമ മരിച്ചു എന്ന് പറയും. എന്നിട്ട് പതുക്കെ പറയും ആന എന്ന് പറയും. അശ്വത്ഥാമാവെന്ന് പറഞ്ഞ ആനയാണ് മരിച്ചത് എന്ന് പതുക്കെ പറയും. പക്ഷെ ദ്രോണാചാര്യര് കേൾക്കുന്നത് അശ്വത്ഥാമൻ മരിച്ചു എന്ന്. അപ്പൊ ദ്രോണാചാര്യരുടെ എല്ലാ എനർജിയും പോകും. പിന്നെ അമ്പും വില്ലും, പിന്നെ കുറെ അവർക്കൊക്കെ ദിവ്യമായ ആയുധങ്ങൾ ഉണ്ട്. അതൊക്കെ എങ്ങനെയാ വരുത്തുന്നതെന്ന് വെച്ചാൽ മന്ത്രം പറയുമ്പോഴത്തേക്കും ആ ദിവ്യ ആയുധങ്ങൾ അവരുടെ കയ്യിൽ വരും. എന്നിട്ട് അത് വെച്ച് അവർക്ക് ഫൈറ്റ് ചെയ്യാം. ബ്രഹ്മാസ്ത്രം ഒക്കെ പോലെയുള്ള ദിവ്യ അസ്ത്രങ്ങൾ, ഇതെല്ലാം വെപ്പൻസ് ഒക്കെ വരുന്നത് അവര് മന്ത്രം പറയുക. അപ്പം ആ മന്ത്രങ്ങളൊന്നും ഓർമ്മ വരുന്നില്ല ദ്രോണാചാര്യർക്ക് ആ വിഷമത്തില്. എന്നിട്ട് എന്ത് ചെയ്യും? എല്ലാ കയ്യിലുള്ള അമ്പും വില്ലും ഒക്കെ കളഞ്ഞേച്ച് ആ ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, രഥത്തിൽ കയറിയിരുന്ന് ഇങ്ങനെ ധ്യാനിച്ചങ്ങനെ ഇരിക്കും. അപ്പോഴത്തേക്കും ആത്മാവ് പോകും, അങ്ങനെ മരിക്കും ശരിക്കും. പക്ഷെ മരിച്ചു എന്നറിയാതെ ദൃഷ്ടദ്യുമ്നൻ ഓടി വന്ന് തല അങ്ങ് വെട്ടിക്കളയും. എന്നിട്ട് ഭയങ്കര ആഹ്ലാദമൊക്കെ ആകും. പക്ഷെ ശരിക്കും ആദ്യമേ മരിച്ചു. ദൃഷ്ടദ്യുമ്നൻ കൊല്ലുന്നതിന് മുമ്പ് തന്നെ മരിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ ദൃഷ്ടദ്യുമ്നന് അങ്ങനെ അതിനുവേണ്ടിയാണല്ലോ ജനനം എടുത്തത് ദൃഷ്ടദ്യുമ്നൻ, ദുര്യോധനൻ ദ്രോണാചാര്യരെ കൊല്ലാന്. അത് നടക്കുകയും ചെയ്തു. അങ്ങനെ ആണ് ദ്രോണാചാര്യരെ മരിക്കുന്നത് 15ാമത്തെ ദിവസം. അത് കഴിയുമ്പോഴേ കർണൻ കമാൻഡർ ഇൻ ചീഫ് ആകും, 3ാമത്തെ സേനാപതി. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ഇത്. അങ്ങനെ ദ്രോണാചാര്യരെ കൊല്ലും. അപ്പൊ ഇന്നത്തെ ഇതിൽ നിന്ന്, ഈ 3ാമത്തെ ശ്ലോകത്തിൽ നിന്ന് എന്തൊക്കെ പാഠങ്ങൾ നമുക്ക് പഠിക്കാം? സമയമായോ? ആകുന്നതേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ ഇതിൽ നിന്ന് എന്തൊക്കെ പാഠങ്ങൾ പഠിക്കാം നോക്കാം. നമുക്ക് നല്ല ദൃഢനിശ്ചയവും പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ സാവകാശം അല്ലേ? സാവകാശം എന്ന് പറയാം. ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യവും സക്സീഡ് ചെയ്യാം. ഏത് കാര്യവും നമുക്ക് നേടിയെടുക്കാം. അത് ഈ ദ്രോണാചാര്യരുടെ കഥയിൽ നിന്നറിയാം. നമ്മൾ എത്ര പ്രതികൂലമായ സാഹചര്യമാണെങ്കിലും നമുക്ക് പേഷ്യൻസോടെ, നമ്മൾ ക്ഷമയോടെ കാത്തിരുന്ന് പക്ഷെ ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ നമുക്ക് ആ കാര്യം നേടിയെടുക്കാൻ പറ്റും. ദ്രോണാചാര്യര് വളരെ പുവർ ആളായിരുന്നു. ദ്രുപദനാണെങ്കിൽ ഒരു രാജാവ്. പക്ഷേല് ദ്രോണാചാര്യര് ഭയങ്കര ദൃഢമായിട്ട് വിചാരിച്ചു, ഞാന് ഈ ദ്രുപദനെ തോൽപ്പിക്കും, ഞാൻ അയാളുടെ പകുതി കിങ്ഡം ഞാൻ എടുക്കും എന്ന് ഉള്ള വാശി ഉണ്ടായിരുന്നു. ആ വാശി കൊണ്ട്
അത് നേടിയെടുക്കാൻ സാധിച്ചു. പക്ഷേ ഒരു ദോഷം എന്താന്ന് വെച്ചാല് നമ്മൾക്ക് എന്മിറ്റി പാടില്ല. നമുക്ക് ഒരാളോടും ഹെയ്ട്രഡ് എന്ന് പറഞ്ഞാൽ ശത്രുത തോന്നാൻ പാടില്ല. അതുപോലെ പ്രതികാരം ഒന്നും പാടില്ല. ആ പ്രതികാര ഒരു ബുദ്ധിയും ഒരു ശത്രുതയുടെ ഒരു ഇമോഷനും ഒക്കെ വരികയാണെങ്കിൽ നമ്മളുടെ തന്നെ പതനമാണ് ഉണ്ടാകാൻ പോകുന്നത്. നമ്മൾ തന്നെ നശിച്ചു പോകും. അപ്പം ഡിറ്റർമിനേഷനും പേഷ്യൻസും ഒക്കെ നല്ലതാണ്. ഒരു കാര്യം സാധിച്ചെടുക്കാൻ അത് അത്യാവശ്യമാണ്. ബട്ട് വിത്തൗട്ട് ഹേറ്റ്രഡ് ആൻഡ് വെഞ്ചിയൻസ്. നമ്മൾ ഒരാളോട് ശത്രുത കൊണ്ടും അവരെ തോൽപ്പിക്കാൻ വേണ്ടി, അവരെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ആയിരിക്കില്ല നമ്മളുടെ ഈ ഡിറ്റർമിനേഷൻ. നല്ല കാര്യങ്ങൾക്ക് നമ്മൾ ഡിറ്റർമിൻഡ് ആയിട്ട് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ച് നമുക്ക് ആ കാര്യം നേടിയെടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ആവല്ല എന്നാണ് ഒരു ലെസൺ നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ ഒരു ലെസൺ എന്താണ്? ദ്രോണാചാര്യര് ചെയ്ത ഒരു തെറ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ദൃഷ്ടദ്യുമ്നൻ ഒരു എനിമിയാണ് അല്ലെ, എനിമിയുടെ മകനാണ്. ആ ശത്രുവിന്റെ മകനെ എംപവർ ചെയ്തു. എംപവർ ചെയ്യാന്ന് വെച്ചാൽ ശക്തി കൊടുത്തു അല്ലെ. ആ മിലിറ്ററി ആർട്ടൊക്കെ പഠിച്ച് അയാളെ ശക്തി ആക്കി. എന്തിനാ? ഇങ്ങനെ തന്നെ കൊല്ലാൻ വേണ്ടി അല്ലെ. അത് ചെയ്തത് ഒരു തെറ്റാണ്. ബുദ്ധിയുള്ളവർ അങ്ങനെ ചെയ്യാൻ പാടില്ല. ശരിയാണ്, ഹി വാസ് സോഫ്റ്റ് ഹാർട്ടഡ്, അവരോട് എന്താ നന്ദി തോന്നി എന്നൊക്കെ പറയാം, ഓക്കെ. പക്ഷേ നമ്മൾ ബുദ്ധിയായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തന്നെ നമ്മളുടെ ശത്രുവിന് കൂടുതൽ ശക്തി പകർന്നു കൊടുക്കാൻ പാടില്ല. നമ്മളുടെ ഉള്ളിലും ഉണ്ട് കുറേ വൈരികള്, കുറേ എനിമീസ് ഉണ്ട് നമ്മളുടെ ഉള്ളിലും. ആരൊക്കെയാ ഈ എനിമീസ് പറയാമോ? ഞാൻ പല ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. 6 തരം നമ്മൾക്ക് എനിമീസ് ഉണ്ട്. വന്നിട്ടില്ലേ? നമുക്ക് ലോഭം, കാമം, ക്രോധം, ലോഭം, പിന്നെ എന്താ മാത്സര്യം, മോഹം, ഇതൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ ഇതുപോലെ ഇതെല്ലാം നമ്മളുടെ എനിമീസ് ആണ്, നമ്മുടെ ഉള്ളിലുള്ള. നമ്മൾ ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാല്, നമ്മൾ പിന്നെയും പിന്നെയും മനനം ചെയ്തുകൊണ്ടിരുന്നാല് ഇവരുടെ ശക്തി കൂടും. നമുക്ക് ഏതെങ്കിലും ഒരു സംഗതിയോട് ഭയങ്കര ആസക്തി തോന്നുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാല് ആ ചിന്തയ്ക്ക് പവർ കൂടും. എന്നിട്ട് ആ സംഗതി ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് കൂടുതലാകും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇതുപോലത്തെ ഒരാളോട് ശത്രുത തോന്നുക, ഒരാളോട് ജലസി തോന്നുക, ജലസി എന്ന് പറഞ്ഞാല് അസൂയ തോന്നുക, ഒരാളോട് ദേഷ്യം തോന്നുക, അങ്ങനെ ഉള്ള വികാരങ്ങൾ, ചീത്തയായിട്ടുള്ള വികാരങ്ങൾ തോന്നിയാൽ നമ്മൾ അതിനെ നെവർ മൈൻഡ് ആക്കണം. നമ്മൾ അതിന് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല. നമ്മുടെ മനസ്സ് ആ സൈഡിലോട്ട് പോകാൻ പോലും സമ്മതിക്കല്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാനേ സമ്മതിക്കല്ല. ആ ചിന്ത കയറി വരുമ്പോ തന്നെ നമ്മൾ വേറെ കാര്യങ്ങൾ എന്തെങ്കിലും ചിന്തിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ആ ഇമോഷൻസിന് നമ്മൾ കൂടുതൽ ശക്തി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കൂടുതൽ ശക്തി കൊടുക്കുമ്പം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഇങ്ങനെ കൂടുതൽ ചിന്തിക്കാവുമ്പം നമ്മൾ ആ പ്രവൃത്തി ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മളുടെ എനിമീസ്, നമ്മളുടെ ഇന്റേണൽ എനിമീസിനെ എംപവർ ചെയ്യാൻ പാടില്ല. അവർക്ക് കൂടുതൽ ശക്തി കൊടുക്കാൻ പാടില്ല. കൊടുത്താല് അത് നമ്മൾക്ക് നാശമായിട്ട് വരും. നമുക്ക് ആത്മീയമായിട്ട് പുരോഗതി ഉണ്ടാവാതെ ഇരിക്കും. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അത് ശോഷിച്ച് അതങ്ങ് ചത്തുപോകും. ആ ഒരു ചിന്തയെ ഇല്ലാതായി പോകും. അപ്പൊ അങ്ങനെ വേണം നമ്മൾ ചെയ്യാന്. പിന്നെ ഇനി മൂന്നാമതൊരു സംഗതി,
നമ്മളെക്കാട്ടിലും വിവരം കൂടുതലായ ആൾക്കാര് നമ്മൾക്ക് ഉപദേശിക്കുമ്പം നമ്മൾ അത് കേൾക്കണം. എന്നിട്ട് നമ്മൾ അത് ചെയ്യണം. അവരുടെ ഉപദേശം സ്വീകരിച്ച് നമ്മൾ അതുപോലെ പ്രവർത്തിക്കണം. അവര് നമ്മളോട് നല്ല നമ്മൾ നന്നാകണം എന്നുള്ള ആൾക്കാര്, നമ്മൾ നന്നാകണം എന്നുള്ള ആൾക്കാർ നമുക്കറിയാം അല്ലേ ആരൊക്കെയാണ് നമ്മളുടെ അമ്മയച്ഛനും സഹോദരിമാരും അമ്മാവന്മാരും അവരൊക്കെ പറയുന്നത് നമ്മളുടെ നല്ലതിന് വേണ്ടിയാണ്. അപ്പൊ അവര് പറയുന്ന സംഗതികൾ നമ്മൾ കേൾക്കണം. അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട് ലൈഫിൽ അല്ലെ, അവരുടെ ജീവിതം അവർ കുറെ കൂടിയും കണ്ടവരാണ്. അപ്പൊ അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പൊ അവര് പറയുന്ന നമ്മൾ അനുസരിക്കണം. ഇപ്പൊ നോക്കിയേ, ധൃതരാഷ്ട്രരോട് വിതുരൻ ആ സമയത്തുള്ള ഏറ്റവും ബുദ്ധിമാനായ ആളായിരുന്നു. എന്നിട്ട് ഈ രാജ്യത്തിന്റെ മന്ത്രി ആയിരുന്നു, ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മന്ത്രി പറയുന്നത് ധൃതരാഷ്ട്രർ കേൾക്കണമായിരുന്നു. അല്ലാതെ ധൃതരാഷ്ട്രരുടെ സ്വന്തം താല്പര്യം നോക്കാതെ രാജ്യത്തിന്റെ മേന്മ വേണമായിരുന്നു കരുതാന്. നമ്മൾക്കും കുറെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ കാണും. പക്ഷെ നമ്മുടെ അമ്മയച്ഛനും പറയാണ് അത് ആ വഴി പോകല്, നീ അത് ചെയ്യുന്ന കൊണ്ട് നിനക്ക് ചീത്തേ ഉണ്ടാകുള്ളൂ, അതുകൊണ്ട് അത് നീ ഫോളോ ചെയ്യാതെ എന്ന് പറയുമ്പം അത് പറയുന്നത് നമ്മൾ കേൾക്കണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി പറയുകയാണ് അവര്. അപ്പൊ അത് കേൾക്കണം എന്നാണ് പറയുന്നത്. ഇപ്പൊ അർജുനന് നോക്കിയേ, അർജുനനും സ്വാർത്ഥമായ വികാരങ്ങൾ വന്നു അല്ലെ. ഈ ആർമി കാണുമ്പോ എൻ്റെ അപ്പൂപ്പൻ നിൽക്കുന്നു, എൻ്റെ ഗുരു നിൽക്കുന്നു, എൻ്റെ ബ്രദേഴ്സ്, എൻ്റെ കസിൻസ്, അവരെയൊക്കെ കൊല്ലണല്ലോ എന്ന് പറഞ്ഞ് ഇമോഷണലി തകർന്നു അല്ലെ അർജുനൻ. പക്ഷെ അർജുനൻ എന്ത് ചെയ്തു? അർജുനൻ അറിയാം കൃഷ്ണന്റെ അടുക്ക ചോദിച്ചാൽ നല്ല ഉത്തരം കിട്ടും, നല്ലോണം എന്നെ ഉപദേശിക്കാൻ പറ്റും എന്നറിയാവുന്ന കൊണ്ട് കൃഷ്ണന്റെ അടുക്ക പറയും, കൃഷ്ണ ഞാന് കൃഷ്ണന്റെ ശിഷ്യനായി മാറുകയാണ്, എൻ്റെ ഗുരുവായിട്ട് എന്നെ ഉപദേശിച്ചു തരൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞത് അതേപോലെ അനുസരിച്ചു. ആദ്യം വില്ലും അമ്പും എടുത്ത് താഴെ വെച്ച് അർജുനൻ പിന്നെയും ആ വില്ലും അമ്പും എടുത്തു. പക്ഷേ മുമ്പിൽ നിൽക്കുന്നത് അതേ ഭീഷ്മരും അതേ ദ്രോണാചാര്യരും അതേ കസിൻസ് ബ്രദേഴ്സും അതേ അമ്മാവന്മാരും ഒക്കെയാണ് മുമ്പ് നിന്നത്. പക്ഷേ ഹി ഫോട്ട് വിത്ത് ഗ്രേറ്റ് വിഗർ. എന്തുകൊണ്ടാണ്? അത് കൃഷ്ണൻ പറഞ്ഞുകൊണ്ട്. കൃഷ്ണൻ പറഞ്ഞ ഉപദേശം അത് ശരിയാണ്, എന്നെക്കാട്ടിലും ബുദ്ധിയുണ്ട്, അത് കാരണം അത് ഫോളോ ചെയ്യണം എന്ന് മനസ്സിലാക്കി അർജുനൻ അത് ഫോളോ ചെയ്തു. അതുകൊണ്ട് എന്താ ഗുണം കിട്ടിയത്? അർജുനൻ സക്സസ്ഫുൾ ആയി, വിക്ടോറിയസ് ആയി അല്ലെ, ഈ വാറിൽ ജയിച്ചു. എന്നാ ധൃതരാഷ്ട്രർക്ക് എന്ത് പറ്റി? പറഞ്ഞാ കേൾക്കാത്തോണ്ട് 100 മക്കളും മരിച്ചു. മാത്രമല്ല കൗരവ വംശമേ നശിച്ചു പോയി. ഈ 5 പാണ്ഡവരൊഴിച്ച് ആ കുരുവംശമേ ഇല്ലാതായി പോയി. ഇനി അത് പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് തീർക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ എത്ര പേരുണ്ടായിരുന്നു ഈ ഫൈറ്റിങ്ങിൽ? ഈ ആർമികൾ 2 പേരില്ലെന്നറിയാമോ? പാണ്ഡവരുടെ സൈന്യത്തിൽ 7 അക്ഷൗഹിണി ഉണ്ട്. അക്ഷൗഹിണി എന്ന് പറഞ്ഞാല് അതൊരു മെഷർമെന്റ് ആണ് എത്ര പേരെന്നുള്ളതിന്. ഇത്രയും 21,870 ചാരിയറ്റ്സ് ഉണ്ടായിരുന്നു, ചാരിയറ്റ് റൈഡേഴ്സ്. ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ രഥം ഓടിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ 21,807 എലിഫന്റ് റൈഡേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അത്രയും പോലെ ഹോഴ്സ് റൈഡേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറെ കാൽപ്പടക്കാരുണ്ടായിരുന്നു, ഫുട്ട് സോൾജേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാം കൂടെ 1,22,000 അടുപ്പിച്ച് വരും. ഒരു ശകലം കുറവാണ്. 1,21,000 അല്ല 2,18,700 ടോട്ടൽ ഉണ്ടായിരുന്നു ഒരു അക്ഷൗഹിണി. അങ്ങനെ പാണ്ഡവർക്ക് 7 അക്ഷൗഹിണി ഉണ്ടായിരുന്നു. കൗരവർക്ക് 11 അക്ഷൗഹിണി ഉണ്ടായിരുന്നു. അപ്പൊ 11ഉം 7ഉം
18 അക്ഷൗഹിണി ടോട്ടൽ. നമുക്കെടുക്കാം ഒരു അക്ഷൗഹിണി എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ്ലി 2.2 lakhs. 2.2 lakhs എന്ന് വെച്ചാല് 2.2 into 18 അപ്പൊ എത്രയായി? ഏകദേശം 3.96 വരും. എന്ന് പറഞ്ഞാല് 39.6 വരും. എന്ന് പറഞ്ഞാൽ ഏകദേശം 40 ലക്ഷം ആൾക്കാരാണ് അന്ന് ഫൈറ്റ് ചെയ്തത്, അങ്ങോട്ടും ഇങ്ങോട്ടും. പാണ്ഡവരും കൗരവരും ടോട്ടൽ 40 lakhs people ആണ് ഫൈറ്റ് ചെയ്തത്. ഒടുക്കം വാർ കഴിഞ്ഞപ്പോ എത്ര പേര് റിമെയിൻ ചെയ്തു എന്നറിയാമോ? പാണ്ഡവരുടെ സൈഡിൽ 8 പേരും കൗരവരുടെ സൈഡിൽ 4 പേരും. ബാക്കി എല്ലാവരും മരിച്ചു. അപ്പൊ നോക്കി എത്ര ഒരു മഹാഭാരത വാറായിരുന്നു. ഭാരതത്തിലെ എല്ലാ രാജാക്കന്മാരും ഐദർ കൗരവരുടെ സൈഡിൽ നിന്നു അല്ലെ പാണ്ഡവരുടെ സൈഡിൽ നിന്നു. അവരെല്ലാരും മരിച്ചുപോയി. ഒടുക്കം പാണ്ഡവരുടെ സൈഡിൽ 8 പേര്. ആരൊക്കെയായിരുന്നു? ഈ 5 പാണ്ഡവന്മാര്, കൃഷ്ണന്, പിന്നെ സാത്യകി എന്ന് പറഞ്ഞ ഒരു യോദ്ധാവും, പിന്നെ യുയുധാന, ഇങ്ങനെ 8 പേര്. കൗരവരുടെ സൈഡിലാണ് അശ്വത്ഥാമ, ഈ ദ്രോണാചാര്യരുടെ മകൻ അശ്വത്ഥാമ, പിന്നെ കൃപാചാര്യ, പിന്നെ കൃതവർമ്മ, പിന്നെ ഒരാളും കൂടെ ഉണ്ട് വൃഷകേതു. 4 പേരേ ഇരുന്നുള്ളൂ. അപ്പൊ 4ഉം 8ഉം 12 പേരെ അവശേഷിച്ചുള്ളൂ. അത്രയും വലിയൊരു ബ്ലഡ് ഷെഡ് ആണ് ഉണ്ടായത്. അത്രയും ചോര ഒഴുകി അവിടെ. എന്തുകൊണ്ടാണ്? ഹൗ ഇറ്റ് ഹാപ്പൻഡ്? ധൃതരാഷ്ട്രര് അന്ന് വിതുരയും വേറെ സേജസും ഒക്കെ പറഞ്ഞു, ഈ മകനെ നീ ഈ മകൻ നമുക്ക് നാശമേ ഉണ്ടാക്കുള്ളൂ, നീ കളയാൻ പറഞ്ഞതാ. അത് കേട്ടിരുന്നെങ്കിൽ ഈ 40 ലക്ഷം ആൾക്കാര് മരിക്കില്ലായിരുന്നു. ആ ഒരു കുഞ്ഞ് മരിച്ചേനെ, അല്ലെ എവിടെയെങ്കിലും പോയി ജീവിച്ചേനെ, അല്ലെ? അതാണ് നമ്മള് ബുദ്ധിയുള്ളവരും നമ്മളുടെ നന്മ കാക്ഷിക്കുന്നവരും പറയുന്നത് നമ്മൾ കേൾക്കണം എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാം കവർ ചെയ്തു. ഹരേ കൃഷ്ണ. ഞാൻ എല്ലാ ദിവസം ഓരോ 2-3 ലെസൺസ് ഒക്കെ പറയുന്നുണ്ട്. ആരെങ്കിലും അത് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ? എന്താന്ന് വെച്ചാ നിങ്ങൾ എല്ലാവരും ഭാവിയിലെ പ്രീച്ചേഴ്സ് ആകും. നിങ്ങളെല്ലാവരും ഭഗവത്ഗീത എല്ലാവരുടെ അടുക്കലും പോയി പ്രചരിപ്പിക്കണം. ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത്, ഭാരതവർഷത്തിൽ ജനിച്ചിരിക്കുന്ന ഓരോ മനുഷ്യരുടെയും കടമയാണ് അവര് തന്നെത്താനെ പഠിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത്. അപ്പൊ നിങ്ങളെല്ലാം ഇനി ഒരു കാലത്ത് ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇതിനേക്കാളും നല്ലത് നിങ്ങൾ കേൾക്കും ഇനി ഭാവിയിൽ, അതുകൊണ്ടല്ല. പക്ഷേ എന്തെങ്കിലും ഒരു പോയിന്റ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇതിൽ നിന്ന്. ഓക്കെ, അപ്പൊ എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ മനസ്സിലെങ്കിലും ഓർത്ത് വെക്കണം എന്തൊക്കെ ലെസൺസ് ആണ് ഓരോ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നതെന്ന്. അപ്പൊ ഇതുപോലെ 700 ശ്ലോകത്തിലും ഞാൻ ഇതുപോലെ ലെസൺസ് ഒക്കെ പറഞ്ഞു തരും. അതെല്ലാം ഓർത്തിരിക്കണം. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഇനി നാളെ കാണാം. വാഞ്ചാകൽപതരോർഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव वृंद की जय। श्रील प्रभुपाद की जय। श्रील गुरुदेव की जय। अनंत कोटि वैष्णव वृंद की जय। हरे कृष्णा हरे कृष्ण. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അമ്മമാർക്കാണേലും ചോദിക്കാം കേട്ടോ. ആർക്കും ഇല്ല അല്ലേ? ശരി മഞ്ജിമ, നമുക്ക് നിർത്താം. ഹരേ കൃഷ്ണ മഹാരാജ. ഹരേ കൃഷ്ണ.